നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ സ്വന്തം അമ്മയ്ക്ക് എങ്ങനെയാണ് കൊലപ്പെടുത്താൻ കഴിയുന്നത്? അത്രയ്ക്കും മനസ്സാക്ഷി മരവിച്ചവരായി മാറുന്ന സ്ത്രീകളും ഈ സമൂഹത്തിൽ ഉണ്ടെന്ന് പറയുന്നത് അങ്ങേയറ്റം വേദനയോടെയാണ്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം നീങ്ങുന്നത് പെറ്റമ്മയിലേക്കാണ്. വീട്ടുകാരറിയാതെ പ്രസവിച്ച കുഞ്ഞിനെ യുവതി കൊലപ്പെടുത്തിയതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. വിവാഹിതയായ യുവതിക്ക് 2 വയസ്സുള്ള മറ്റൊരു കുഞ്ഞുകൂടിയുണ്ട്. എന്നാൽ രണ്ടാമത് ഗർഭിണിയായതോ പ്രസവിച്ചതോ ഭർത്താവ് പോലും അറിഞ്ഞില്ല എന്നതിലാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കാട്ടാക്കട പൂഴനാട് സ്വദേശിനി ഷമിനയെയും ചോരക്കുഞ്ഞിനെയും കാട്ടാക്കടയിലെ ആശുപത്രിയിൽ എത്തിച്ചത്. ആ സമയം കുഞ്ഞിന് ജീവനുണ്ടായിരുന്നില്ല. കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ കണ്ടതോടെ ആശുപത്രി അധികൃതർക്ക് അസ്വാഭാവികത തോന്നി. തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു. അതിനുശേഷം പോലീസ് വീട്ടുകാരെ ചോദ്യം ചെയ്തപ്പോഴാണ് യുവതി ഗർഭിണിയായതും പ്രസവിച്ചതും മറ്റാരും അറിഞ്ഞില്ല എന്ന കാര്യം മനസ്സിലായത്. ജോലി കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ വീട്ടിലെത്തിയ ഭർത്താവ് അൽത്താഫ് ഷമിന കിടപ്പുമുറിയിൽ രക്തം വാർന്ന് കിടക്കുന്നത് കണ്ടു. തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി തുണിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കട്ടിലിനടിയിൽ കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിലെ ദുരൂഹതയെ തുടർന്ന് കുഞ്ഞിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. രണ്ട് വർഷം മുമ്പാണ് അൽത്താഫിൻ്റെയും ഷമിനയുടെയും വിവാഹം നടന്നത്. ഇവർക്ക് 2 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. പിന്നീട് ഷമിന ഗർഭിണിയായ വിവരം വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല എന്ന് പോലീസ് പറയുന്നു. യുവതിയെ ചികിത്സയ്ക്കായി SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.